മദ്രാസ്കാരൻ്റെ ആദ്യത്തെ തമിഴ് സിനിമയാണ്. ചെറുപ്പം മുതലേ തമിഴ് സിനിമകൾ കൂടുതലും കണ്ടിട്ടുണ്ട്. കൂടുതലും ഈ പറഞ്ഞ പോലെ ഡാൻസ്, പാട്ട് അങ്ങനെയുള്ള കൊമേഴ്ഷ്യലായ എലമെൻറ്റ്സ് കൂടുതലുള്ളത് തമിഴ് സിനിമയിലാണ്. ഇപ്പം ഞാൻ ആദ്യമായിട്ട് ചെയ്ത തമിഴ് സിനിമയിൽ ഇത്തരം എലമെൻറ്റ്സുകളും ഉണ്ട്. അതൊക്കെ ഒരു വലിയ ഭാഗ്യമാണ് ആയിട്ട് ഞാൻ കാണുന്നു. പിന്നെ RDX കഴിഞ്ഞൊരു സമയത്തായിരുന്നു എനിക്ക് ഈ കോള് വന്നത്. ആ സമയത്ത് കുറച്ച് തമിഴ്ന്നും അല്ലാതെ വേറെ ഭാഷകളിൽ നിന്നെല്ലാം ഓഫേഴ്സ് വന്നുകൊണ്ടിരുന്ന ഒരു ടൈമായിരുന്നു. അതിലെനിക്ക് ഈ കഥ വർക്കായി. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് എത്തുന്നത്. പിന്നെ ഇതിൻ്റെ പ്രൊഡക്ഷൻ SR പ്രൊഡക്ഷൻ അവരുടെ ആദ്യത്തെ സിനിമയാണ്. പക്ഷേ അതിന് അങ്ങനെ ഒരു ആദ്യത്തെ കമ്പനിയാണെന്നുള്ളതിൻ്റെ ഒരു ഇൻകൺവീനിയൻസും ഒരു സൈഡിൽ നിന്ന് വന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. വളരെ നന്നായിട്ടാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ ഇപ്പോഴും നിലവിലും ഇതിൻ്റെ പ്രൊമോഷൻസ് ഇവൻ ചെന്നൈയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വളരെ ഗ്രാൻഡായിട്ടാണ്. ഒരു ആദ്യ സിനിമ എന്നുള്ള രീതിയിൽ അതും ഒരു വേറൊരു ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ എനിക്ക് എന്ത് ചെയ്തു തരാമോ അതിൻ്റെ മാക്സിമം പുള്ളി ചെയ്തു തരുന്നുണ്ട്. അത് വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. പുള്ളിനോട് ഞാൻ ഈ സിറ്റുവേഷനിൽ നന്ദി പറയുന്നു. ഫസ്റ്റ് ഈ പറഞ്ഞ കൊമേഴ്ഷ്യൽ സാധ്യതകൾ സത്യം പറഞ്ഞാൽ കുറവായിരുന്നു. ആദ്യം ഈ പറഞ്ഞ നമ്പർ ഓഫ് ഫൈറ്റ്സ് കുറവായിരുന്നു. The number of fights in the movie was less. First when you narrated, even songs were not there. So ഇങ്ങനെയുള്ള കാര്യങ്ങൾ സത്യം പറഞ്ഞാൽ എൻ്റെ അടുത്ത് പറയുന്ന സമയത്തില്ല. കഥയുടെ കൂടെ തന്നെ സിറ്റുവേഷൻ. അപ്പോൾ ഒരു സോങ് ഉണ്ട്, കല്യാണ സോങ് ഉണ്ട്, ഈ പറഞ്ഞ ഇതൊക്കെ കല്യാണമുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് സെക്കൻഡ് ഹാഫിൽ അവരുടെ സ്ക്രിപ്റ്റിംഗ് പ്രോസസ്സിലാണ് ഫൈറ്റ്സ് കൂടുതലായിട്ട് ആഡായി വന്നതും. അതാ ഞാൻ പറയാം. ഇപ്പോൾ അത് ശരിക്കും പറഞ്ഞ ഒരു അത്ഭുതമാണ്. ഈവൺ ഈ റിലീസ് പൊങ്കലിന് വരുന്നത് ഇൻക്ലൂഡിങ് നോക്കിക്കഴിഞ്ഞാൽ ഞാനത് ഒരു അത്ഭുതത്തോടെ നോക്കിക്കാണുന്നത്. ഓരോ ചേരുവകൾ ഇതിലേക്ക് പതുക്കെ ആയിട്ട് ആഡായി വന്നതാണ്. ഈവൺ ലാസ്റ്റ് നമ്മൾ കാതൽ സടുകുട് റീമിക്സ് ചെയ്തത് പോലും അതും ആദ്യം ഒരു പ്ലാനിൽ ഉണ്ടായിരുന്നെങ്കിലും അതൊരു പോയിന്റിൽ അത് വേണ്ട എന്ന് വെച്ചിരുന്നു. പിന്നീട് അത് വന്നു. അപ്പോൾ എന്താ പറയുക, നമുക്ക് ഈ ഒരു യൂത്ത് ഓഡിയൻസിനും കൂടെ ഇങ്ങനെ ഒരു റൊമാൻറ്റിക് ഏരിയ പടത്തിലുള്ളത് നമുക്ക് കുറച്ചും കൂടെ കൺവിൻസ് ചെയ്യാനായിട്ട് എന്തായാലും സോങ് വേണം. സിനിമ കാണുന്നതിന് തിയേറ്ററിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ കുറച്ച് ഘടകങ്ങൾ വേണമെന്ന് പറയണ പോലെ അങ്ങനെ ഓരോന്നും വന്നു ചേർന്നതാണ്. വലിയൊരു സന്തോഷമായിട്ടും വലിയൊരു ഭാഗ്യമായിട്ടും കാണുന്നത്.